സദൃശ്യവാക്യങ്ങൾ അദ്ധ്യായം 22. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. നല്ല പേര് സമ്പത്തിനേക്കാൾ വിശിഷ്ടമാണ്. കാരുണ്യം പൊന്നിനേക്കാളും വെള്ളിയേക്കാളും മഹത്തരമാകുന്നു. ഇരുവരെയും സൃഷ്ടിച്ചത് ദൈവമാകുന്നു. ദുഷ്ടൻ അടിയെ ശിക്ഷിക്കപ്പെടുന്നത് ബുദ്ധിമാൻ കാണുന്നു. ഭോഷനോ മുന്നോട്ടു പോയി കുറവുള്ളവനായി തീരുന്നു. വിനയത്തിൻ്റെയും ദൈവഭക്തിയുടെയും അനന്തരഫലം ധനവും മാനവും ജീവനുമാകുന്നു. വക്രബുദ്ധികളുടെ മാർഗം മുള്ളും കെണികളും നിറഞ്ഞതത്രേ. സ്വയം സൂക്ഷിക്കുന്നവനവയിൽ നിന്ന് ഒഴിഞ്ഞു മാറും. ബാലൻ നടക്കേണ്ട വഴി ശൈശവത്തിൽ തന്നെ അവനെ പഠിപ്പിക്കുക. വൃദ്ധനാകുമ്പോഴും അതിൽ നിന്നും തെറ്റിപ്പോകയില്ല. ധനികന്റെ മേൽ ദരിദ്രൻ അധികാരം നടത്തും. തനിക്ക് വായ്പ കൊടുത്തിരുന്നവന് ദാസൻ വായ്പ കൊടുക്കും. അനീതി വിതയ്ക്കുന്നവൻ അനർത്ഥം കൊയ്യും. അവൻ്റെ കോപവടി ഇല്ലാതാകും. തൻ്റെ കണ്ണ് ഉത്തമമായിരിക്കുന്നവൻ അനുഗ്രഹീതനാകും. എന്നാൽ അവൻ്റെ ഭക്ഷണത്തിൽ നിന്നാണല്ലോ അവൻ ദരിദ്രന് കൊടുത്തത്. ദുഷ്ടന് നാശം വരുത്തുക, കലഹപ്രിയനെ ആട്ടിപ്പുറത്താക്കുക. വഴക്കും അപമാനവും തൂത്തുമായിച്ചു കളയുക. എന്നാൽ അവൻ ഒരു കൂട്ടത്തിൽ ഇരുന്നാൽ എല്ലാവരെയും പരിഹസിക്കും. ഹൃദയശുദ്ധിയുള്ളവൻ ദൈവത്തെ സ്നേഹിക്കും. രാജാവിൻ്റെ ദയാവാചകം അവനുണ്ടാകും. കർത്താവിൻ്റെ കണ്ണുകൾ അറിവിനെ കാത്തു സൂക്ഷിക്കുകയും വ്യാജകഥനങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. ഒരു മടിയനെ അയക്കുമ്പോൾ അവൻ പറയും, വഴിയിൽ സിംഹമുണ്ട്, തെരുവിലോ കൊലപാതകം എന്ന്. അന്യസ്ത്രീയുടെ വദനം അഗാധക്കുഴിയാണ്. ദൈവം ആരുടെ മേൽ കോപിക്കുന്നുവോ അവൻ അവിടെ വീഴും. ബാലകന്റെ ഹൃദയത്തിൽ അറിവില്ലായ്മയുണ്ട്. ശിക്ഷണത്തിൻ്റെ വടി അത് അവനിൽ നിന്നും അകറ്റും. ദരിദ്രനെ ഞെരുക്കുന്നവൻ തിന്മ വർദ്ധിപ്പിക്കുന്നു. സമ്പന്നർക്ക് കൊടുക്കുന്നവൻ തനിക്ക് തന്നെ കുറവ് വരുത്തുന്നു. നിന്റെ ചെവി ചായിച്ച് വിജ്ഞരുടെ വചനങ്ങൾ കേൾക്കുക. എൻ്റെ വിജ്ഞാനത്തിൽ നിന്റെ മനസ്സുറപ്പിക്കുക. അതേ, ഇമ്പമുള്ളതത്രേ. അത് നിന്റെ അന്തർഭാഗത്ത് സൂക്ഷിച്ചു വയ്ക്കുക. അതിനെ നിന്റെ അധരങ്ങളിൽ ക്രമപ്പെടുത്തി വയ്ക്കുക. നിന്റെ ആശ്രയം ദൈവത്തിൽ വയ്ക്കേണ്ടതിന് ഇന്ന് ഞാൻ അത് നിന്നെ അറിയിച്ചിരിക്കുന്നു. 3 പ്രാവശ്യം അവയെല്ലാം നിനക്ക് ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. നിന്നെ അയച്ചവന് സത്യമായ ഉത്തരം കൊടുക്കേണ്ടതിന് ആലോചനയും അറിവും ശാന്തിയും സത്യവചനങ്ങളും നിന്നെ അറിയിപ്പാനത്രേ അവ ഞാൻ എഴുതിയത്. ഒരുവൻ ദരിദ്രനായി പോയി എന്നതുകൊണ്ട് നീ ദരിദ്രനെ ഉപദ്രവിക്കരുത്. അനാഥനെ നിന്റെ പടിവാതിക്കൽ വെച്ച് അവഗണിക്കുകയും അരുത്. എന്തെന്നാൽ കർത്താവ് അവർക്ക് ന്യായപാലനം ചെയ്തു കൊടുക്കും. അവരുടെ പ്രാണനെ ഉപദ്രവിക്കുന്നവരോട് പകരം ചെയ്യും. കോപശീലനായ മനുഷ്യന് നീ ഒരിക്കലും മിത്രമായിരിക്കരുത്. കോപാവിഷ്ടനോടുകൂടെ നീ ഇടപെടരുത്. എന്നാൽ അങ്ങനെ ചെയ്താൽ അവൻ്റെ പ്രമാണങ്ങൾ കണ്ടുപിടിക്കുകയും നിനക്ക് തന്നെ ഇടർച്ച വരുത്തുകയും ചെയ്യും. നീ ലജ്ജിതനാകാതിരിക്കുവാൻ വേണ്ടി അന്യർക്ക് നീ ജാമ്യം നിൽക്കരുത്.
എന്തെന്നാൽ കടം വീട്ടാൻ അവൻ്റെ കൈവശം ഒന്നുമില്ലെങ്കിൽ നിന്റെ കീഴിൽ നിന്നും നിന്റെ കിടക്ക പോലും അവർ എടുക്കും. നിന്റെ പിതാക്കന്മാർ പണ്ടു മുതൽക്കേ നിശ്ചയിച്ചിട്ടുള്ള അതിര് നീ മാറ്റരുത്. തൻ്റെ ജോലിയിൽ സമർത്ഥനായവൻ രാജസന്നിധിയിൽ നിലകൊള്ളും. അവൻ സാധാരണക്കാരോടൊരുമിച്ച് നിൽക്കേണ്ടി വരില്ല. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.